സോ വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മിസ് ദിൽഷയാണ്. ദിൽഷ ACCA പാർട്ട് ക്വാളിഫൈഡ് ആണ്. ഇപ്പം P-level പേപ്പേഴ്സ് കറൻറ്റ്ലി ചെയ്യുന്നു. അപ്പോൾ ദിൽഷയുമായിട്ട് ഇന്നൊരു കോൺവെർസേഷൻ ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ സെഷനിൽ ദിൽഷ 2 പേപ്പേഴ്സാണ് ഒന്നിച്ച് എഴുതി ക്വാളിഫൈ ചെയ്ത് പാർട്ട് ക്വാളിഫൈഡ് ആയത്. അപ്പോൾ ആ എക്സ്പീരിയൻസും കാര്യങ്ങളും ചോദിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശമായിട്ട് ഞാൻ കരുതുന്നത്. അപ്പോൾ ദിൽഷ, എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആൾക്കാർക്ക് ACCയിലേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും 12th കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടും എന്ത് ചെയ്യാം, ACCയിലേക്ക് ജോയിൻ ചെയ്യാം അല്ലേ? അപ്പം ദിൽഷ എങ്ങനെയാണ് ACCയിലേക്ക് വരുന്നത്, അതിൻ്റെ ഒരു കഥ അല്ലെങ്കിൽ ACCയിലേക്ക് വരാനുള്ള ആ പ്രേരണ അല്ലെങ്കിൽ ആ കഥ ഒന്ന് പറയും. ഞാന് +2 കഴിഞ്ഞിട്ടാണ് SCAക്ക് വരുന്നത്. നമുക്ക് ഫസ്റ്റ് CAക്ക് പോകണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞാൻ 10th മുന്നേ തന്നെ എനിക്ക് CA പോകണം, CAക്ക് പഠിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമായിട്ട്. പിന്നെ ഞാൻ അങ്ങനെ തന്നെ മാത്സ് കാര്യമായിട്ട് വേണമെന്നും പറഞ്ഞ് അപ്പം ഞാൻ +2 കഴിഞ്ഞിട്ട് +1 +2 പഠിക്കുമ്പോൾ മാത്സ് കൊമേഴ്സ് തന്നെ വേണം എന്ന് പറഞ്ഞ് കുറേ ദൂരം പോയിട്ട് മാത്സ് കൊമേഴ്സ് തന്നെ എടുത്ത് പഠിച്ച് പിന്നെ പറഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഇതിലേക്ക് വരുന്നവരൊക്കെ ഉണ്ട് എന്നൊക്കെ. പിന്നെ +1 പഠിക്കുമ്പോൾ പിന്നെ എൻ്റെ ഉപ്പ മരണപ്പെട്ട്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് CA പഠിക്കാന്ന് വെച്ചാൽ കുറച്ച് ഡ്യൂറേഷൻ വേണം. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അധികം ടൈം എടുക്കാണ്ട് ഒരു ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ACCA പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അതാവുമ്പോൾ CAന്റെ അത്ര ഡ്യൂറേഷൻ ആവശ്യമാവില്ല, അതിലും നേരത്തെ തന്നെ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ട് ഇറങ്ങാം. അപ്പൊ പിന്നെ ഞാൻ അത് ചൂസ് ചെയ്തു. ഓക്കെ. അപ്പോൾ ദിൽഷയ്ക്ക് ഇപ്പം ഏകദേശം 19 വയസ്സിന് അടുത്തേ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് പാർട്ട് ക്വാളിഫൈഡ് ആകാൻ ദിൽഷയ്ക്ക് എങ്ങനെയാണ് സാധിച്ചത്? അത് ടൈം മാനേജ്മെൻ്റ് ആണോ, പഠിത്തത്തിൻ്റെ ഫോക്കസ് ആണോ, അതോ വേറെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ഇതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ലൈഫിനെ എങ്ങനെയാണ് ഈ ഒരു 19ാമത്തെ വയസ്സിൽ തന്നെ ഏകദേശം 9 പേപ്പർ ക്വാളിഫൈ ചെയ്യാനുള്ള ദിൽഷയുടെ ലൈഫിനെ സ്ട്രക്ചർ ചെയ്തത് അതൊന്ന് പറയുമോ? ഞാൻ അങ്ങനെ ഒന്നും അവോയ്ഡ് ചെയ്തിട്ടൊന്നുമില്ല, എല്ലാതും മാക്സിമം എൻജോയ് ചെയ്തിരിക്കണം. എല്ലാ പരിപാടികളാണെന്നുണ്ടെങ്കിലും എല്ലാതും ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിരിക്കണം. പക്ഷെ എന്നാലും ചില സമയത്ത് നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നതും ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ സ്കിൽ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ 2 FM ടാക്സും ഞാൻ ഒരുമിച്ചിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് AAയും PM ഒരുമിച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ആ ഒരു 1 year ആവശ്യമുള്ളതാണ്. നമുക്ക് 3 month വെച്ചിട്ടല്ല എക്സാം എഴുതാൻ പറ്റുന്നത്. അത് ഞാൻ 6 month കൊണ്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു ടൈം ഗ്യാപ്പ് കൊണ്ട് തന്നെ ഫിൽ ചെയ്യാൻ പറ്റും. ഈ വിൻഡോയുടെ പാർട്ട് ക്വാളിഫൈഡ് ആയല്ലോ, അപ്പം ഈ ആ മനസ്സിലുണ്ടായ എക്സൈറ്റ്മെന്റ് എന്ന് പറയുമോ, പാർട്ട് ക്വാളിഫൈഡ് ആകുമോ ഇല്ലയോ, അതോ 2 പേപ്പർ എഴുതുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ പ്രഷർ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഞാനും 2 പേപ്പേഴ്സ് എഴുതിയാണ് ഞാനും പാർട്ട് ക്വാളിഫൈഡ്, 2 പേപ്പേഴ്സ് എഴുതിയാണ് ഞാനും ക്വാളിഫൈ ചെയ്തത്. അപ്പോൾ ആ സമയത്തും ഞാൻ ഫേസ് ചെയ്ത പ്രഷറുണ്ട്. അപ്പം ദിൽഷയ്ക്ക് എന്തായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ഒരു മെൻ്റൽ സ്റ്റേറ്റ്? എനിക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാവാൻ കാരണം നമ്മുടെ ഫീ. CA അറ്റൻഡ് ചെയ്യണ പോലെയല്ല, നമ്മുടെ ഫീ എന്ന് പറയുമ്പോൾ നമുക്ക് പൗണ്ട് വൈസ് ആണ്. അപ്പോൾ നമുക്ക് ഡിസംബർ സെഷൻ ആവുമ്പോൾ സബ്സ്ക്രിപ്ഷൻ പേ ചെയ്യേണ്ടതുണ്ട്. പിന്നെ 2 പേപ്പർ ഒരുമിച്ച് ആവുമ്പോൾ 2നും ഫീ പേ ചെയ്യണം. അപ്പൊ നമുക്ക് അതെല്ലാം വെറുതെ ആവോ, അല്ലെങ്കിൽ ഈ ഒരു 2 പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ഉറക്കമൊക്കെ മാറ്റി വെച്ച് കഷ്ടപ്പെട്ട് അത്രയും പഠിച്ചു, അതെല്ലാം വെറുതെ ആവോ, അല്ലെങ്കിൽ ഇനി ഒന്നും കൂടെ ആ പേപ്പർ പഠിക്കേണ്ടി വരുമോ, അതാണ് മെയിൻ ആയിട്ട് ടെൻഷൻ. കാരണം നമ്മൾ ഇതിലെങ്ങനെയെങ്കിലും കിട്ടണം എന്ന് കരുതിയിട്ടാണല്ലോ പഠിക്കണേ. എന്നിട്ട് പിന്നെ ഇനി അത് വീണ്ടും പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടല്ലേ, വീണ്ടും അതേ പേപ്പേഴ്സിനെ വീണ്ടും എങ്ങനെയാലും കിട്ടണം, അതായിരുന്നു മെയിൻ ഇത്. പിന്നെ കിട്ടുന്ന എക്സാം കഴിഞ്ഞപ്പോ എനിക്ക് കുഴപ്പമില്ല, പാസ് ആവുമായിരിക്കും. പിന്നെ എന്തായാലും റിസൾട്ട് വരണതിന്റെ കുറച്ച് മുന്നേ ഒരു ടെൻഷൻ ഉണ്ടാവും. അയ്യോ ഇനിയിപ്പോ ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിലോ, അല്ലെങ്കിൽ മാർക്കിംഗ് സ്കീം അങ്ങനെ ആയിരിക്കില്ലെങ്കിലോ, ക്വസ്റ്റ്യൻ എളുപ്പമായെങ്കിലും മാർക്ക് ചെയ്യുമ്പോ അങ്ങനെ അല്ലെങ്കിലോ അതിന്റെ ആൻസേഴ്സ് അതിന് വിചാരിച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അൽഹംദുലില്ലാഹ് പാസ്സായി, സന്തോഷം. ഓക്കെ. അപ്പോൾ ഇപ്പം ഇനിയും വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ 12th കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ കുട്ടികൾ 12th പാസ്സാവും, ലൈക്ക് ഈ 2025 മാർച്ചൊക്കെ ആ സമയത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് ACC അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ വിദ്യാർത്ഥികളാണോ അല്ലേ? അപ്പം അവരോട് ദിൽഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപക്ഷെ അവർ ഈ കോഴ്സിലേക്കാണ് വരാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ? പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവര് പെട്ടെന്ന് തന്നെ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും എന്തായാലും അവർ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടാവും. അതെന്തായാലും അവരെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ
9 പേപ്പേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇപ്പൊ ഇവിടെ മെന്ററായിട്ട് കയറിയത്. ട്രിപ്പിളിൽ ഞാൻ മെന്ററായിട്ട് കയറിയത്. വെച്ച് നോക്കുമ്പോ എനിക്ക് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യണതിന് മുന്നേ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടല്ലോ മാഷാല്ലാ എന്നുള്ള ഇതിൽ ഓക്കെയാണ്, ബെറ്റർ ഓപ്ഷൻ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് എനിക്ക് അതിനുള്ള റിപ്ലൈ കിട്ടുള്ളൂ. ഓക്കെ. പിന്നെ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, കോമേഴ്സ് ഈസ് ഈസി പീസ് ഓഫ് കേക്ക് എന്നുള്ളത് അല്ലേ? വെറുതെ പിടിച്ചാൽ കിട്ടുന്ന വളരെ സിമ്പിളായ ഒരു കോഴ്സാണ് കോമേഴ്സിൽ സ്ട്രീമിലുള്ളത് എന്ന ആൾക്കാർക്കൊരു വിചാരമുണ്ട്. അത് ശരിയാണോ? അതോ അവിടെയും ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയുടെയും ആവശ്യകത അവിടെ ഉണ്ടോ ഇല്ലയോ? ദിൽഷയുടെ പെർസ്പെക്റ്റീവ്. എന്തായാലും ഉണ്ട്. കാരണം ഞാൻ +1 10th കഴിഞ്ഞിട്ട് ഞാൻ +1 ഞാൻ കോമേഴ്സ് സ്ട്രീം എടുക്കുമ്പോൾ മിക്ക എല്ലാവരും പറഞ്ഞിരുന്നു, അതിപ്പോ എന്താ ഇവിടെ ഉള്ള ഈ എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങൾ പറയുമ്പോ അവരെല്ലാരും ഇപ്പൊ ഈ +1 +2 കോമേഴ്സ് കഴിഞ്ഞ തന്നെ അല്ലേ, അപ്പൊ എന്തായാലും അനക്കൊക്കെ എന്തായാലും പാസ്സാവും, മാർക്കൊക്കെ ഉണ്ടാവും, ആ ഒരു രീതിക്കാ പറഞ്ഞിരുന്നേ. നമ്മളിത് പഠിക്കുമ്പോഴല്ലേ നമുക്കറിയുള്ളൂ ഇതിന് എല്ലാ കോഴ്സിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ച് എഫേർട്ട് ഇട്ടിട്ട് പഠിക്കാം. പിന്നെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഡിഫറെന്റ്. ഇപ്പൊ സയൻസ് ഫീൽഡിൽ പോകുമ്പോൾ അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്കും വേറെ ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഓരോന്നും നമുക്ക് അറ്റൻഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എഫേർട്ട് നമ്മൾ ഇടണം. എഫേർട്ട് ഇടാണ്ട് എന്തായാലും വെറുതെ ഒന്നും കിട്ടില്ലല്ലോ. നമ്മൾ അതിനനുസരിച്ചുള്ള എഫേർട്ട് ഇടണം. നോ പെയിൻ നോ ഗെയിൻ എന്നാണല്ലേ. ദിൽഷയ്ക്ക് കിട്ടിയ ഈ അച്ചീവ്മെന്റില് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഉള്ള, അത് മാത്രമല്ല ACC എന്ന് പറഞ്ഞ കോഴ്സിനുള്ള ഫാക്കൽറ്റീസ് അവർക്കും ഉള്ള ഒരു പങ്ക് ഒന്ന് ഷെയർ ചെയ്യുമോ? എന്തായാലും നമ്മൾ ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് ഒറ്റക്ക് പറ്റില്ല. എന്തായാലും എല്ലാത്തിൻ്റെ പിന്നിൽ നമുക്ക് സപ്പോർട്ടീവായിട്ട് ആരെങ്കിലും ഒരാൾ വേണം. എനിക്ക് അങ്ങനെ എൻ്റെ ഉമ്മ ഉണ്ട്, താത്ത ഉണ്ട്, അനിയൻ, ഫാമിലി, അതാണ് മെയിൻ ആയിട്ടുണ്ടാവുക. പിന്നെ ഒബ്വിയസ്ലി നമുക്കിപ്പോ പഠിക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ, നമ്മുടെ കൂടെ ഉള്ളവർ പഠിക്കുമ്പോൾ നമുക്ക് അവരെല്ലാവരും ഞാനെന്താ ഇങ്ങനെ പഠിക്കാൻ നിൽക്കണേ, ഞാനും അതേപോലെ എക്സാം എഴുതാതിരിക്കുന്നതല്ലേ. അപ്പൊ ശരിക്കും എന്താ വെച്ചാല് കൂടെ ഉള്ളവർ പഠിക്കുമ്പോൾ നമുക്കും ഒരു താനേ മോട്ടിവേഷൻ വരും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വീട്ടിൽ പോയിട്ട് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോഴാണ്. കാരണം എല്ലാവരും പഠിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അതന്നെ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അല്ലല്ലോ, നമ്മൾ മാത്രമല്ല പഠിക്കുന്നത്. അപ്പൊ നമ്മള് പഠിക്കാനധികം ശ്രദ്ധിക്കില്ല. ഇവിടെ ആവുമ്പോ നമ്മൾ ആ ഒരു രീതിക്ക് കറക്റ്റ് ആരും പഠിക്കുന്നു പറയേണ്ടി വരില്ല. പിന്നെന്താ വെച്ചാല് നമുക്ക് ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ആവും, നല്ല പ്രഷർ ആയിരിക്കും. ആ ഒരു കറക്റ്റ് ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കണ്ടേ. എക്സാം എന്തായാലും ആ ഡേറ്റ് അങ്ങനെ തന്നെ നടക്കും. ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു ടൈം ആവുമ്പോ എങ്ങനെയും പഠിച്ചു തീർക്കണം, കവർ ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. മെന്റൽ പ്രഷർ നല്ല ഉണ്ടാവും. അന്നേരം ആരെങ്കിലും ഒരാൾ വന്ന് പറയാണ്, ഇതുവരെ നീ പഠിച്ചില്ലേ, അപ്പൊ എന്തായാലും നിന്നെ കൊണ്ട് പറ്റും, കുറച്ചുകൂടെ ഒന്ന് എഫേർട്ട് ഇട്ട് നോക്കുക, അതെന്തായാലും പറ്റും. അങ്ങനെ ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ അതിന്റെ മുകളിൽ കയറിയിട്ട് എന്തായാലും നമുക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം വേണം. അത് നിർബന്ധമാണ്. അതിനാണ് നമുക്ക് ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പോൾ പിന്നെന്താന്ന് വെച്ചാല് നമുക്ക് നമ്മളായിട്ട് പഠിക്കാൻ പറ്റില്ല. നമുക്ക് ഓരോ ഭാഗം പഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ കോൺസെപ്റ്റ് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ട് വേണം. അപ്പൊ പിന്നെ നമ്മൾ അവരുടെ അടുത്ത് ഞാൻ ഈ PM ഉം AA ഞാൻ ചെയ്യുമ്പോൾ അതിന് മുന്നേ ഞാൻ FM ടാക്സും ഒരുമിച്ച് എടുത്തതായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ്, കാരണം അതാണ് ഞാൻ ആദ്യമായിട്ട് 2 പേപ്പർ ഒരുമിച്ച് എടുക്കണത്. അപ്പൊ എനിക്ക് ആ ടൈമിൽ നല്ല പ്രഷർ ആയിരുന്നു. ഞാൻ കരഞ്ഞിട്ട് ഞാൻ ഉമ്മാക്ക് വിളിക്കുമ്പോൾ അതിനോട് പറ്റുന്നില്ലൊക്കെ അറിയില്ല, എന്താ ചെയ്യാ, ഫീ അടച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാം, സാരില്ല, പറ്റണത് ചെയ്യേ, പിന്നെ കിട്ടിയില്ലെങ്കിൽ എന്താ സാരില്ല, അടുത്തതിൽ എഴുതാന്ന് പറയും. എന്നിട്ട് റിസൾട്ട് വന്നതിന് ശേഷം എന്തെല്ലാം പാസ്സായപ്പോഴാണ് ഞാൻ അങ്ങനെ മുഹമ്മദ് സാറിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ട്രിപ്പിളിൽ PM പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു റിസൾട്ട് വന്നേ. ഞാൻ അങ്ങനെ മുഹമ്മദ് സാറിന്റെ അടുത്ത്, കാരണം PM എങ്ങനെയാണ് എക്സാം എന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ല. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ്, അതിന്റെ കൂടെ എനിക്ക് AA ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ച്, എന്താണ് എനിക്ക് ഈ PMന്റെ കൂടെ എനിക്ക് AA ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്, അതാവുമ്പോ പിന്നെ ഈ സ്കിൽ പേപ്പേഴ്സ് എനിക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചത്. അന്നേരം എന്നോട് പറഞ്ഞ്, നീ ട്രൈ ചെയ്യ്, എന്തായാലും നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ്റും. അതല്ല ഇനി ട്രൈ ചെയ്തിട്ട് നിന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ടെൻഷൻ ആവണ്ട. അടുത്ത പേപ്പർ SBR ആണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ AA ബെനിഫിഷ്യൽ ആണ്, അപ്പൊ അതിന്റെ കൂടെ AA ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും വേണ്ടില്ല, ട്രൈ ചെയ്യാ എന്നുള്ള രീതിക്ക്. പിന്നെ അങ്ങനെ ആവുമ്പോ ആ 2024 എന്റെ അവിടെന്റെ ഉള്ളിൽ തന്നെ സ്കിൽ പേപ്പേഴ്സ് കംപ്ലീറ്റ് ആവുമല്ലോ എന്നുള്ള ആ ഒരു രീതിക്ക് എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് ഇറങ്ങി. സോ ഐ തിങ്ക് വി ഹാഡ് എ ഗുഡ് കോൺവെർസേഷൻ. ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഇതുപോലത്തെ കൂടുതൽ കോൺവെർസേഷൻ ഫ്യൂച്ചറിലും
ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവട്ടെ. സോ സൈൻ ഓഫ് ചെയ്യാം അല്ലേ? സോ താങ്ക് യു ഫോർ വാച്ചിങ്. ടിൽ ദെൻ സൈനിങ് ഓഫ്. ബൈ ബൈ.